നമസ്കാരം. സിലബസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടറ്റ് 2025 ഡിസംബർ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഫെബ്രുവരിയിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ കേട്ടറ്റ് കാറ്റഗറി 2 എടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കുറച്ച് നമ്മളുടെ ഒരു ഐഡിയയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്കിലൂടെ നിങ്ങൾക്ക് ടെൻഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ എങ്ങനെ ഈ പരീക്ഷ ലളിതമാണെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഓവർ ബേർഡൻ കുറച്ചുകൊണ്ട് ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2.5 മണിക്കൂർ പരീക്ഷയ്ക്ക് 150 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നെഗറ്റീവ് മാർക്കില്ല. ഞാൻ ഓൾറെഡി നമ്മളുടെ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുക. എക്സ്റ്റെൻഡഡ് വീഡിയോ ആണ്, കുറച്ച് ലോങ് ഉള്ള വീഡിയോ ആണ്, യൂട്യൂബിലുണ്ട്, റൈറ്റ്? അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഒരു ചോദ്യവും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിടരുത്. കാരണം PSC പരീക്ഷ പോലെയോ അല്ലെങ്കിൽ CSIR നെറ്റ് പോലെയോ ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇനി 150 മാർക്കിനെ നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന ആളായിരിക്കാം അല്ലെങ്കിൽ സ്വയം പഠിക്കുന്ന ആളായിരിക്കാം, നിങ്ങൾ സൈക്കോളജിക്ക് അമിത പ്രാധാന്യം കൊടുക്കരുത്. പ്രാധാന്യം കൊടുക്കണം. കാരണം നിങ്ങൾ ഈ 150 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കേട്ടറ്റ് കാറ്റഗറി 2 സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്കിനൊക്കെയാണ് ഓരോ ചോദ്യങ്ങളും വരിക? നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരായിരിക്കും, അല്ലേ? ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് അവിടെ പോയിരിക്കുമ്പോൾ ചിലപ്പോൾ ടെൻഷൻ ഉണ്ടായിരിക്കുക. നിങ്ങൾ ആലോചിക്കുക, ഓരോരോ ബുക്ക്ലെറ്റുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക. 150 മാർക്കിൻ്റെ ഒറ്റ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടായിരിക്കില്ല, ഓരോരോ ബുക്ക്ലെറ്റുകളായിരിക്കും. അതിൽ ഓരോ ബുക്ക്ലെറ്റിനും ഓരോരോ തരത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഏതൊക്കെ പേപ്പറുകളാണ് നിങ്ങൾ എഴുതേണ്ടത്? സൈക്കോളജി നിങ്ങൾ എഴുതണം. അതിന് 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരിക. അത് കഴിഞ്ഞ് ലാംഗ്വേജ് 1, നിങ്ങൾ ചിലപ്പോൾ മലയാളം ചൂസ് ചെയ്തവരായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്തവരായിരിക്കും. അതിന് 30 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നീട് ലാംഗ്വേജ് 2, നിങ്ങൾ മലയാളം ലാംഗ്വേജ് 1 ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും ലാംഗ്വേജ് 2 മലയാളം ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് എടുക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ്, ഇംഗ്ലീഷാണ് അവിടെ എടുത്തതെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് എടുക്കാൻ പറ്റില്ല. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടേ എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഭാഷാ പ്രാവീണ്യമാണ് അവിടെ തെളിയിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതേണ്ടി വന്നു? 150 മാർക്കിൽ 30 മാർക്കിന് സൈക്കോളജി, 30 മാർക്കിന് ലാംഗ്വേജ് 1, 30 മാർക്കിന് ലാംഗ്വേജ് 2, 90 മാർക്കായി. ഇനി നിങ്ങൾ വിട്ടുപോകുന്ന, നിങ്ങൾ പഠിക്കാൻ ക്ഷമ കാണിക്കാത്ത ഒരു വിഷയമാണ് നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. ബാക്കി 150 മാർക്കിൽ 60 മാർക്കിന് നിങ്ങളുടെ സബ്ജക്റ്റ് ചോദിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കേട്ടറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോഴായിരിക്കും അത് ചെയ്യേണ്ടി വരിക. ഓക്കെ, അവരോട് പറയുക, ടീച്ചറോട് പറയുക. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവിടെ കിട്ടാം? സയൻസ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് സയൻസ് പ്ലസ് മാത്സിൻ്റെ 60 മാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അല്ല, ആർട്സ്, ഹ്യൂമാനിറ്റീസ് അതുപോലെയുള്ള കാര്യങ്ങൾ പഠിച്ചു വന്നവരാണെങ്കിൽ അവർക്ക് ഏതാ കിട്ടുക? സോഷ്യൽ സയൻസ് ആയിരിക്കും അവർ എഴുതേണ്ടി വരിക. സോഷ്യൽ സയൻസ്, അതും 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇപ്പോൾ ഏകദേശം ജനുവരി ഫസ്റ്റ് വീക്കായി, ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലേക്ക് കഷ്ടി ഒരു 30 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ പരീക്ഷയായി. ഏകദേശം 40 ദിവസങ്ങൾ കിട്ടും. സൈക്കോളജി പഠിക്കണം. കാരണം സൈക്കോളജി എന്തുകൊണ്ട് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്തുകൊണ്ട് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളത് പഠിക്കാനിരുന്നാൽ അതൊരിക്കലും തീരില്ല. ഓക്കെ, നമ്മൾ പഴയ തമാശ പറയുന്ന പോലെ പാഞ്ചാലിയുടെ സാരി പോലെ അതിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് കൺഫ്യൂഷനായി പോകും. കാരണം ഇന്ന് പഠിച്ചത് ചിലപ്പോൾ നാളെ ഓർമ്മ വരില്ല. അപ്പോൾ ഇംഗ്ലീഷിനും മലയാളത്തിനും സൈക്കോളജിക്കും ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം 60 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾ സൈക്കോളജി അധിക സമയം പഠിച്ച് കളയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടെ റിവിഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ടൈം നിങ്ങൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ റിവിഷൻ ടൈമിലായിരിക്കും നിങ്ങൾ സബ്ജക്റ്റ് പേപ്പർ പഠിക്കാനിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മൊറലിനെ ബാധിച്ചേക്കാം. സോ ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ആൻഡ് സീ യു.